ഹലോ ദിയർ, എല്ലാവർക്കും നമസ്കാരം. കിങ് കോങ്ങിനെയും ഗോഡ്സിലെയും അറിയാത്തവർ ആരുമില്ല. ഇവരെ ഒരുമിപ്പിച്ച് കൊണ്ടുവന്ന് കാട്ടിയ കുറേ സിനിമകളെയും സീരീസിനെയും ഒക്കെ കൂട്ടിവിളിക്കുന്ന മോൺസ്റ്റർ വേഴ്സിലെ തന്നെ ഏറ്റവും ചിലവേറിയതും ബ്രഹ്മാണ്ഡവുമായ ഒരു സീരീസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത്. മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സ്. ഇതിൻ്റെ 2ാം സീസൺ ഫെബ്രുവരി 27-ന്, അതായത് നാളെ വരാനിരിക്കുകയാണ്. ആദ്യ സീസണിൻ്റെ കിടപ്പുവശങ്ങൾ എങ്ങനെയൊക്കെയാണെന്ന് ഒന്ന് നമുക്ക് കണ്ണോടിക്കാം. പക്ഷേ 10 എപ്പിസോഡിലെ ഈ സീരീസ് വെറുതെ ഒന്ന് കണ്ടുപോയാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. കാരണം ഇതിൽ 1950കളും 1980സും 2015ഉം എല്ലാം മാറി മാറി വരുന്നുണ്ട്. ഒരുതരം നോൺ ലീനിയർ സ്റ്റോറി ടെല്ലിംഗ്. സീരീസ് ഇനിയും കണ്ടിട്ടില്ലാത്ത പലരും ചോദിക്കാറുണ്ട്, ഇതിൽ ഗോഡ്സില ഉണ്ടോ, ഇതിൽ കോങ് ഉണ്ടോ, ഇതിൻ്റെ കഥ എപ്പോഴാണ് നടക്കുന്നത് എന്നൊക്കെ. ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമായി സീസൺ 1ലെ ഓരോ ചെറിയ കാര്യങ്ങളും ഇടകേറി പരിശോധിക്കുന്ന ഒരു മെഗാ റീക്യാപ്പാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഇതിൽ പ്രണയമുണ്ട്, കണ്ണീരുണ്ട്, ചതിയുണ്ട്, എല്ലാത്തിനും ഉപരി നമ്മൾ കാത്തിരിക്കുന്ന ഭീമൻ ടൈറ്റനുകളുടെ അമ്പരപ്പിക്കുന്ന പോരാട്ടങ്ങളുമുണ്ട്. അപ്പോൾ ലെറ്റ്സ് പുട്ട് യുവർ സീറ്റ് ബെൽറ്റ്സ് ഓൺ. നമ്മൾ മോൺസ്റ്റർ വേഴ്സ് ലോകത്തിലേക്ക് കടക്കുകയാണ്. നിഗൂഢതകളുടെ എല്ലാം തുടക്കം 1952-ലാണ്. അതായത് നമ്മുടെ കഥ തുടങ്ങുന്ന വർഷം. ജനങ്ങൾ 2ാം ലോക മഹായുദ്ധത്തിൻ്റെ വേദനയിൽ നിന്ന് കരകയറുന്ന സമയം. ആ കാലത്ത് ടൈറ്റൻ എന്ന വാക്കാരും കേട്ടിട്ട് പോലുമില്ല. ഒരു അമേരിക്കൻ ആർമി ഓഫീസറായ ലീഷ ഫിലിപ്പീൻസിലേക്ക് അയക്കപ്പെടുന്നു, അതും ഒരു ദൗത്യത്തിനായി. അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ള ആ മിഷൻ കേട്ടാൽ വളരെ സിമ്പിളാണ്. കെയ്ക്കോ എന്നൊരു ജപ്പാനീസ് സയൻറ്റിസ്റ്റിന് ഫിലിപ്പീൻസിലെ വനമേഖലയിലായി ചില റിസർച്ച് പർപ്പസ് ഉണ്ട്, അതിന് സംരക്ഷണം നൽകുക. കെയ്ക്കോ അവിടെ എന്തോ അസാധാരണമായ റേഡിയേഷൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചതിനെ തുടർന്ന് അതെന്തിൻ്റെതാണെന്ന് കണ്ടെത്തണമെന്നുള്ള വാശിക്ക് ഇറങ്ങി തിരിച്ചതാണ്. അങ്ങനെ ഇരുവരും പരസ്പരം കണ്ടുമുട്ടി പരിചയപ്പെട്ട് ഫിലിപ്പീൻസിലെ ഇടതൂർന്ന കാടുകളിലൂടെയുള്ള യാത്രക്കിടയിലാണ് അവർ യാദൃശികമായി മറ്റൊരാളെ കണ്ടുമുട്ടുന്നത്, ബിൽ റാൻഡ. ഇയാളും ഒരു സയൻറ്റിസ്റ്റാണ്. ഒരു പ്രത്യേക സ്വഭാവമുള്ള ഇയാളുടെ കയ്യിൽ എപ്പോഴും ഒരു ക്യാമറയും കുറേ മാപ്പുകളും ഉണ്ട്. അയാൾ അവിടെ എത്തിയത് വിചിത്രമായൊരു ദൗത്യത്തിലായിരുന്നു, മിഥ്യ എന്ന് കരുതുന്ന ഡ്രാഗണെ കണ്ടുപിടിക്കാൻ. പുരാണവും ഐതിഹ്യവുമൊക്കെ റിസർച്ച് ചെയ്ത വഴി ഡ്രാഗണെ സ്പോട്ട് ചെയ്യുന്ന പറയപ്പെടുന്ന ലൊക്കേഷൻ ഇവിടെ എവിടെയാണെന്ന് കണക്കൂട്ടി വരച്ച് അവിടേക്ക് എത്തപ്പെട്ടപ്പോൾ കഥ ഇൻട്രസ്റ്റിംഗ് ആയി തുടങ്ങുന്നത് ഇവിടെയാണ്. കീക്കോ കണ്ടെത്തിയ റേഡിയേഷൻ്റെ ട്രേസിങ്ങും ഈ പാതയും തമ്മിൽ നല്ല ചേർച്ച. ഈ കാടിനുള്ളിൽ ഭീമൻ ഡ്രാഗണുകളുണ്ടെന്നുള്ള ബില്ലിൻ്റെ സംസാരം കേട്ട് ആർമി ഓഫീസറായ ലീഷ ചിരിച്ചു തള്ളുകയാണ് ചെയ്തത്. പക്ഷേ അധികം വൈകാതെ ഇവരൊരുമിച്ച് എക്സ്പ്ലോർ ചെയ്ത് കാടിന് നടുവിൽ കണ്ടെത്തിയതാകട്ടെ ഒരു തകർന്ന കപ്പലും. സമുദ്രത്തിൽ നിന്നും മൈലുകൾ അകലെ, അതും കാടിൻ്റെ നടുവിലായി ഒരു യുദ്ധക്കപ്പൽ എങ്ങനെ എത്തി? ഇവിടുന്ന് ഷായുടെ ലോജിക് തകർന്നു തുടങ്ങുന്നതും വൈകാതെ ബിൽ പറഞ്ഞ പോലെ ഡ്രാഗൺ എന്ന് പറയാറായിട്ടില്ലെങ്കിലും ഇന്നോളം കണ്ടില്ലാത്ത ഒരു പറക്കും ഭീമൻ പക്ഷി അതിൽ നിന്ന് ചാടി വന്നവരെ ആക്രമിക്കുന്നു. ആ അറ്റാക്കിൽ നിന്ന് തലനാരടിക്കാണ് അവർ രക്ഷപ്പെടുന്നത്. ലോകത്ത് ഇതുവരെയും കണ്ടെത്തിയിട്ടില്ലാത്ത ഒരു സ്പീഷീസിനാണ് അവർക്കിപ്പോൾ നേരിടേണ്ടി വന്നതെന്ന് മൂവരും തിരിച്ചറിഞ്ഞതോടൊപ്പം തന്നെ ഇത്തരം ഒന്നിൽ കൂടുതൽ ജന്തുക്കൾ ഉണ്ടാകാം. അതിനെല്ലാം ചേർത്ത് അവരൊരു പേരിട്ടു, ടൈറ്റൻസ്. ഇവിടെ വെച്ച് അവർ ആദ്യമായി ഒരു ടൈറ്റനെ കാണുന്ന ഈ സംഭവത്തിന് ശേഷം കെയ്ക്കോയും ബില്ലും ഷായും ചേർന്ന് ഈ വിചിത്ര ജീവികളെക്കുറിച്ച് പഠിക്കാൻ ഒരു ഗ്രൂപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതാണ് മൊണാർക്ക്, പ്രോജക്റ്റ് മൊണാർക്ക് എന്ന ഓർഗനൈസേഷൻ. തുടക്കത്തിൽ ഇവർക്ക് ഫണ്ട് നൽകാൻ ആരും ഉണ്ടായിരുന്നില്ല. 2 വർഷങ്ങൾക്ക് ശേഷം കീക്കോയും ബില്ലും ലീഷായും നടത്തിയ കണ്ടുപിടുത്തങ്ങളെക്കുറിച്ച് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആർമി ജനറൽസിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയുണ്ടായി. അങ്ങനെ ടൈറ്റൻസിനെ കുറിച്ച് കൂടുതൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് അവർ സ്പോൺസർഷിപ്പ് ചെയ്യാൻ തുടങ്ങി. സയൻറ്റിസ്റ്റുകൾക്ക് ആ ടൈറ്റൻസ് വർഗ്ഗം മനുഷ്യലോകവുമായി എങ്ങനെ കോഎക്സിസ്റ്റ് ചെയ്ത് പോകാമെന്നതിനെക്കുറിച്ച് പഠിക്കാനുള്ള താല്പര്യം കാട്ടിയപ്പോൾ എന്നാൽ മിലിറ്ററിയുടെ ഉദ്ദേശം മറ്റൊന്നായിരുന്നു, അവറ്റകളെ നശിപ്പിക്കുക. ബില്ലിനും കെയ്ക്കോയ്ക്കുമൊന്നും ഇതിനിഷ്ടമല്ലായിരുന്നെങ്കിലും അവർക്ക് ആ സാഹചര്യത്തിൽ മിലിറ്ററിയുടെ സ്പോൺസർഷിപ്പ് അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. അങ്ങനെ ഒടുക്കം അവർ കൂടി നടത്തിയ പല എഫേർട്ടിലൂടെയും പ്രയത്നങ്ങളിലൂടെയും 1954 തന്നെ ഒരു ടൈറ്റനെ വശീകരിച്ച് മുന്നിൽ വരുത്തി. അത് മറ്റൊന്നുമല്ലായിരുന്നു, സാക്ഷാൽ ഗോഡ്സില. മിലിറ്ററി ആകട്ടെ ഒരു അറ്റോമിക് ബോംബ് ഉപയോഗിച്ച് വൻ സ്ഫോടനം ഉണ്ടാക്കി അതിനെ നശിപ്പിച്ചു എന്ന് കരുതിയപ്പോൾ അതിൽ കീക്കോയും ബില്ലും തകർന്നുപോയി. കാരണം ടൈറ്റനുകൾ പ്രകൃതിയുടെ ഭാഗമാണെന്നും അവയെ നശിപ്പിക്കുന്നത് വലിയ ആപത്താണെന്നുമല്ലേ അവർ വിശ്വസിച്ചിരുന്നത്. ഇതോടെ മൊണാർക്കിൻ്റെ ഈ 3 കൂട്ടരും ഒരു തീരുമാനമെടുത്തു, ഇനി ആർമിയുമായി വിവരങ്ങൾ ഷെയർ ചെയ്യുന്നതും അതീവ ശ്രദ്ധയോടെ വേണമെന്ന്. അങ്ങനെ പിന്നീട് 1 വർഷം വലിയ കണ്ടുപിടുത്തങ്ങളൊന്നുമില്ലാതെ കടന്നു പോയപ്പോഴേക്കും ഇവിടെ റിസർച്ചിന് തടസ്സം വരുത്തി മിലിറ്ററി ഫണ്ടിങ് നിർത്താനുള്ള തീരുമാനമെടുത്തു. ഇനി വേറെ ടൈറ്റൻസ് ഒന്നും ലോകത്തുണ്ടാവില്ലെന്ന ധാരണയിൽ. ഈ ഒരു സമയത്താണ് ലീഷോയും കെയ്ക്കോയും തമ്മിൽ പ്രണയത്തിലാകുന്നത്. ഷായ്ക്ക് അവളോട് വലിയ താല്പര്യം തോന്നി തുടങ്ങിയപ്പോൾ ഇതേസമയം ബിൽ റാൻഡയുടെ താല്പര്യം തൻ്റെ ഗവേഷണത്തിൽ മേലായിരുന്നു. അതിനെ അടുത്ത തരത്തിലേക്ക് കൊണ്ടുപോയി ചില കണ്ടുപിടുത്തങ്ങൾ നടത്തി, ഈ ടൈറ്റനുകൾ എവിടെ നിന്നാണ് വരുന്നത് എന്നതിനെക്കുറിച്ച്. അങ്ങനെ ബിൽ കണ്ടെത്തിയത് നമ്മുടെ ഭൂമിക്കടിയിൽ മറ്റൊരു ലോകമുണ്ട്. അവിടെ കുറേ അണ്ടർഗ്രൗണ്ട് ടണൽ സംവിധാനങ്ങൾ ഉണ്ടാകാമെന്നും അതിലൂടെ ഈ മോൺസ്റ്റേഴ്സിന് മനുഷ്യരിൽ നിന്ന് രഹസ്യമായി വസിക്കാനാകുമെന്നും ഒരു തിയറി ഉണ്ടാക്കി അതിനൊരു പേരുമിട്ടു, ഹോളോ എർത്ത്. വൈകാതെ ഈ മൂവരും മറ്റൊരു സയൻറ്റിസ്റ്റ് ഡോക്ടർ സുസുക്കി പുള്ളി വെച്ച് ടൈറ്റൻസിനെ വശീകരിക്കാൻ സാധിക്കുന്ന ഒരു പ്രത്യേക ഡിവൈസ് രൂപപ്പെടുത്തി ആക്ടിവേറ്റ് ചെയ്ത് പരീക്ഷണം നടത്തിയപ്പോൾ പെട്ടെന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടത് വീണ്ടും ഗോഡ്സില തന്നെയായിരുന്നു. മനുഷ്യവംശത്തിൻ്റെ ഏറ്റവും പവർഫുള്ളായ ആയുധമായ അറ്റോമിക് ബോംബ് കൊണ്ടുപോലും ഗോഡ്സിലയെ തകർക്കാൻ കഴിഞ്ഞില്ല എന്നവർ തിരിച്ചറിഞ്ഞോടൊപ്പം ഈ വിവരം ജനറലിനെ അറിയിച്ച് ഫണ്ടിങ് വീണ്ടും പുനരാരംഭിക്കാൻ തുടങ്ങാമെന്ന് ചെല്ലുമ്പോഴാണ് കാര്യങ്ങൾ വഷളാകാൻ തുടങ്ങുന്നത്. ഇപ്പോൾ മൊണാർക്കിനെ നിയന്ത്രിക്കാനായി മിലിറ്ററി നിയോഗിച്ചിട്ടുള്ളത് പുതിയൊരുവനായ ലൈറ്റണന്റ് കേണൽ ഹാച്ചിനെയാണ്.
അയാളാണെങ്കിൽ ഒന്നിനും അടുക്കാത്ത പ്രകൃതവും. അങ്ങനെ ഇരിക്കെ ഈ ഒരു സമയത്താണ് കീക്കോയ്ക്ക് ഹിരോഷി എന്നൊരു രഹസ്യ മകനുണ്ടെന്നുള്ള സത്യം ലീഷ അറിയുന്നത്. മകനെ മറച്ചു വച്ചിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം ജാപ്പനീസ് സിറ്റിസൺ ആയതുകൊണ്ടും US മിലിറ്ററി വിശ്വാസമില്ലാത്തതുകൊണ്ടുമാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി 1959 കീക്കോയും ബില്ലും ഇപ്പോൾ കപ്പിൾസാണ്. ഷായ്ക്ക് മുതൽ വലിയ കുഴപ്പമൊന്നുമില്ല. ഈ മൂവരും മോൺസ്റ്റർ വേൾഡിലേക്ക് കടക്കാനുള്ള ഒരു എൻട്രൻസ് ഉണ്ടെന്ന ബില്ലിൻ്റെ കണക്കുകൂട്ടലിൽ കസാഖിസ്ഥാനിലെ ഒരു ഉപേക്ഷിക്കപ്പെട്ട ന്യൂക്ലിയർ പ്ലാന്റിലേക്ക് ചെല്ലുന്നുണ്ട്. എന്നാൽ ആ പ്രദേശത്ത് അസ്വാഭാവികമായി റേഡിയേഷൻ സ്പൈക്കൊന്നും കണ്ടെത്തുന്നില്ല. ചുറ്റുപാടുമായി കുറച്ച് എക്സ്പ്ലോഷൻസ് നടത്തി ഹോളോ എർത്തിലേക്കുള്ള എന്തെങ്കിലും ഗേറ്റ് വേ കണ്ടെത്താൻ കഴിയുമോ എന്ന് നോക്കുന്നതിലും പരാജയപ്പെടുന്നെങ്കിലും അവർ മറ്റൊരു കാര്യം കണ്ടെത്തുന്നുണ്ട്. അണ്ടർഗ്രൗണ്ടിലായി മ്യൂട്ടോസിൻ്റെ കുറേ മുട്ടകൾ, ഭ്രൂണങ്ങൾ കിടക്കുന്നു. ഈ മ്യൂട്ടോ എന്ന് വെച്ചാൽ മാസീവ് അൺഐഡൻറ്റിഫൈഡ് ടെറസ്ട്രിയൽ ഓർഗാനിസംസ് എന്നതിൻ്റെ ചുരുക്കപ്പേരാണ്. അതിൻ്റെ ആവാസ താവളമാണെന്ന് അതിശയിച്ച് നിൽക്കെ തീർച്ചയായും ഈ സയൻറ്റിസ്റ്റുകൾ ജനറ്റിക് റിസർച്ചിന് വേണ്ടിയിട്ട് അതിൽ നിന്ന് കുറേ സാമ്പിൾസ് എടുക്കാതിരിക്കില്ലല്ലോ. മുട്ടകൾക്കടുത്ത് നിൽക്കെ പെട്ടെന്നുണ്ടാവുന്നൊരു വൻ കുലുക്കത്തിൽ അതെല്ലാം പൊട്ടിയ ഒരുതരം വലിയ പ്രാണികൾ പുറത്തു വന്ന് അത് കീക്കോയുടെ മേലേക്ക് പൊതിഞ്ഞ് ദൗർഭാഗ്യവശാൽ അവിടെ ഉണ്ടാകുന്നൊരു വിള്ളലിലേക്ക് വീണു പോകുന്നു. ഇതോടെ കീക്കോ മരണപ്പെട്ടതായി അവരനുമാനത്തിലെത്തുകയും ചെയ്യുന്നു. ഈ ഒരു സംഭവത്തോടെ ഹിരോഷി എന്ന കൊച്ചുകുട്ടിയുടെ ഉത്തരവാദിത്തം ബിൽ റാൻഡ് ഏറ്റെടുത്തു. ഒപ്പം ഷോയും ചെറുക്കൻ്റെ പിന്നീട് അങ്ങോട്ടുള്ള ജീവിതത്തിൽ ഭാഗമായി. പിന്നീട് 1962 ബിൽ തൻ്റെ സയൻറ്റിസ്റ്റ് ഗ്രൂപ്പുമായി ചേർന്ന് അമേരിക്കയിൽ ഒരു വോം ഹോൾ ടണൽ കണ്ടുപിടിക്കുന്നുണ്ട്. നമ്മൾ ഈ അടുത്തായി സ്ട്രേഞ്ചർ തിങ്സിലും കണ്ടതല്ലേ വോം ഹോൾ. ഭീകരമായ മോൺസ്റ്റേഴ്സ് നിലകൊള്ളുന്ന ഒരു സ്പേസിലേക്ക് ടെലിപോർട്ട് ചെയ്ത് കടക്കാനുള്ളതാണ് ഈ വോം ഹോൾ എന്ന് അവർ വിചാരിക്കുമ്പോൾ എന്തായാലും ഇത് ആക്റ്റീവ് ആക്കണമെങ്കിൽ ഒരു ടൈറ്റൻ അതിനെ അപ്രോച്ച് ചെയ്താലേ നടക്കുള്ളൂ എന്ന് കണ്ടെത്തുന്നു. സയൻറ്റിസ്റ്റുകൾ ചേർന്ന് ഒരു ക്യാപ്സ്യൂൾ പേടകം രൂപീകരിച്ച് ദാദർ സൈഡിൽ നിന്ന് മോൺസ്റ്റേഴ്സിനെ വശത്താക്കി പിടിക്കാൻ ഡിവൈസും സെറ്റാക്കി ഒരു സാഹസിക ഗവേഷണ യാത്രയ്ക്ക് മുതിരുന്നു. ഓപ്പറേഷൻ ഹവർ ഗ്ലാസ്. ലീഷ മറ്റു 3 പേർക്കൊപ്പം ചേർന്ന് ഇറങ്ങി തിരിച്ച് ആദ്യം വല്ല കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിലും ക്യാപ്സ്യൂൾ ടെലിപോർട്ടിലേക്ക് പതിക്കുന്നതും അവിടെ ഒരു ഉഗ്ര സ്ഫോടനമുണ്ടായി. ആ പോർട്ടൽ എന്നേക്കുമായി അടഞ്ഞു പോവുകയാണ്. ഇതെന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ബില്ല് കണ്ടെത്താൻ എത്ര ശ്രമിച്ചിട്ടും നടന്നില്ല. ഷാ ആ വോം ഹോളിൽ അപ്രതീക്ഷിതമായതോടെ അയാൾ മരിച്ചുവെന്നാണ് ലോകം കരുതിയത്. പക്ഷേ നമ്മൾ ആശ്ചര്യകരമായി പുള്ളിയെ വീണ്ടും കാണുവാണ് ഒരു ഹോസ്പിറ്റലിൽ. പോയ പോലെ തന്നെ ഒരു മാറ്റവുമില്ല, വെറുതെ പരിക്കുകളുമില്ല. ഹോസ്പിറ്റലിൽ ഒരു പ്രത്യേക ഫെസിലിറ്റിയിലായി ലോക്ക് ചെയ്ത് എന്താ നടക്കുന്നതെന്നൊന്നും പറയാതെ സംരക്ഷിച്ചു വരുന്നതിൽ പുള്ളിക്ക് നീരസം തോന്നി ആഹാരം കഴിക്കാതെ ഒക്കെ ദിവസങ്ങളോളം നിരാഹാരം കിടന്ന് ഒടുവിൽ അവിടുന്ന് പുറത്തു ചാടാൻ കിടക്കുന്നത് വഴി മുന്നിൽ വന്ന് നിൽക്കുന്നത് കീക്കോയുടെ മകൻ ഹിരോഷി. അതും 20 വയസ്സായിരിക്കുന്നു ഇപ്പോൾ. ഇവിടെ വെച്ച് ഹിരോഷി പറയുന്ന ഒരു ഇൻറ്റർസ്റ്റെല്ലാർ ലെവൽ കിളി പറത്തുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്കിൾ ലീ, നിങ്ങൾ പോയിട്ടിപ്പോൾ 20 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ വർഷം 1982 ആണ്. കൊച്ചു ചെറുക്കനായിരുന്ന ഹിരോഷി ഇത്ര പെട്ടെന്ന് വളർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ഷായ്ക്ക് വിശ്വസിക്കാനേ ആകുന്നില്ല. സംഭവം എന്താണെന്ന് വെച്ചാൽ ഹോളോ എർത്തിനും റിയൽ വേൾഡിനും ഇടയിലുള്ള ഒരു സ്പേസിലാണ് ഇവർ എത്തപ്പെട്ടത്. അവിടെയുള്ള സമയം പുറത്തെ സമയത്തേക്കാൾ വളരെ പതുക്കെയാണ് നീങ്ങുന്നത്. എക്സ്പെഡീഷനുമായി ടെലിപോർട്ടലിലൂടെ അവർ എത്തപ്പെട്ട ഈ സ്ട്രെയിഞ്ച് സ്പേസിൽ ഭീമൻ സത്വങ്ങൾ വിവരിക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല അവിടെ ഭൗതിക ശാസ്ത്ര നിയമങ്ങൾ വ്യത്യസ്തമാണ്. ഡിഫറൻ്റായാണ് ലോസ് ഓഫ് ഫിസിക്സ് വർക്ക് ചെയ്യുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവർ ആ ഡയമെൻഷനിൽ 7 ദിവസം മാത്രമേ ചിലവഴിച്ചുള്ളൂ. അത് കഴിഞ്ഞതും ഒരു ടൈറ്റൻ മോൺസ്റ്ററിൻ്റെ ആക്രമണത്തിൽ കൂടുതലുള്ളവർ കൊല്ലപ്പെട്ടു. ലീഷ മാത്രം ആ പോർട്ടലിലേക്ക് അബദ്ധത്തിൽപ്പെട്ട് അത് വലിച്ചെടുത്തതിലൂടെ തിരികെ എത്തപ്പെട്ടതാണ്. ഷാ ആ 7 ദിവസം അവിടെ ചെലവഴിച്ചപ്പോൾ ഇവിടെ കടന്നുപോയത് 20 വർഷമാണ്. ഹിരോഷി തൻ്റെ പിതാവായ ബില്ലും ഇപ്പോൾ ഇല്ലെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഓർമ്മിച്ചെടുക്കുന്നത് അവസാന നാളുകൾ അദ്ദേഹം എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി ഒരു പരുവമായി നഷ്ടപ്പെട്ടു പോയെന്നാണ്. ഹിരോഷി പറയുന്നത് വേറൊന്നുമല്ല, കോങ് സ്കൾ ഐലൻഡ് സിനിമയിൽ ബില്ലിന് സംഭവിച്ചതായി കാണിച്ച കാര്യങ്ങളെക്കുറിച്ചാണ്. 1973 സ്കൾ ഐലൻഡിൽ എത്തപ്പെട്ട ബിൽ. അന്ന് ബിൽ മരണപ്പെട്ടെങ്കിലും മൊണാർക്കുമായി ബന്ധപ്പെട്ട അതീവ രഹസ്യ സ്വഭാവമുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം അടങ്ങിയ പെട്ടി നശിക്കാതെ ശേഷിപ്പിച്ചിരുന്നു. അത് പല വിധേനയിലൂടെ എത്തിച്ചിരുന്നത് ഹിരോഷിയിലേക്കാണ്. എന്തൊക്കെയായിരുന്നാലും നിലവിൽ ഷായുടെ മാനസിക നില താളം തെറ്റുന്നതോടെ അയാളൊരു മെൻ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ഇനി നമുക്ക് 2014 വരാം. ദ ജി ഡേ. മോൺസ്റ്റർവേഴ്സിലെ ആദ്യ സിനിമയിൽ നമ്മൾ സാക്ഷ്യം വഹിച്ച ഗോഡ്സില സാൻ ഫ്രാൻസിസ്കോ നഗരത്തെ തകർക്കുന്ന ആ കറുത്ത ദിവസം. അവിടെ നമ്മുടെ നായിക കെയ്റ്റ് റാൻഡ, അതായത് ഹിരോഷിയുടെ മകൾ, അവളെ കാണുകയാണ്. ഒരു സ്കൂൾ ബസ് ഡ്രൈവറായിരുന്നു. ഗോഡ്സിലയുടെ അറ്റാക്കിൽ ബസ്സിലുണ്ടായിരുന്ന കുറച്ച് കുട്ടികളെ രക്ഷിക്കാൻ കഴിഞ്ഞെങ്കിലും വേറെ കുറേ കുരുന്നുകളുമായി തൻ്റെ ബസ് കടലിലേക്ക് വീഴുന്നതും വിദ്യാർത്ഥികൾ മരിക്കുന്നതും അവൾക്ക് കാണേണ്ടി വരികയായിരുന്നു. ആ ഒരു മാനസികാഘാതത്തിൽ നിന്ന് അവൾ ഇനിയും മുക്തിയായിട്ടില്ല. ഇതിനിടയിലാണ് അവളുടെ അച്ഛനായ ഹിരോഷി അലാസ്കയിൽ ഒരു അപകടത്തിൽ മരിച്ചുവെന്ന വാർത്ത വരുന്നത്. അങ്ങനെ 2015 കെയ്റ്റ് ജപ്പാനിലേക്ക് എത്തുന്നത് അച്ഛൻ്റെ ഫ്ലാറ്റിലെ കാര്യങ്ങൾ നോക്കാനാണ്. അവിടെ വെച്ച് അവൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഷോക്ക് നേരിടുന്നു. അച്ഛന് ജപ്പാനിൽ മറ്റു കുടുംബമുണ്ട്. അവരിലുള്ള മകനും തൻ്റെ അർദ്ധ സഹോദരമായ കെൻറ്റാരോയെ കാണുന്നു. അവർ രണ്ടുപേരും ചേർന്ന് അച്ഛൻ്റെ രഹസ്യങ്ങൾ തിരയാൻ തുടങ്ങി. അതുവഴി മൊണാർക്കിനെ കുറിച്ച് അറിയാൻ ഇടവരുന്നു. മുത്തച്ഛനായ ബില്ലും ഇതേ ഓർഗനൈസേഷനിൽ പ്രവർത്തിച്ചിരുന്നതായി മനസ്സിലാക്കി അങ്ങനെ ഇതിൻ്റെ വിവരങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി. അവർക്ക് മെയ് എന്നൊരു മിടുക്കിയായ ഹാക്കറുടെ സഹായം ലഭിക്കുകയാണ്. മെയ് കെൻറ്റാരോയുടെ എക്സ് ഗേൾഫ്രണ്ട് കൂടിയാണ്.
ഹാക്ക് ചെയ്തൊടുക്കം ഹിരോഷിയുടെ സേഫിൽ നിന്ന് അവർക്ക് മൊണാർക്കിൻ്റെ ചില രഹസ്യ സ്വഭാവമുള്ള ഫയലുകൾ കണ്ടെത്താൻ സാധിക്കുന്നു. തീർച്ചയായും ഈ ഹാക്കിംഗ് സ്പോട്ട് ചെയ്ത് നിലവിലെ മൊണാർക്ക് ഏജന്റുമാരായ ടിമ്മും മിഷേലും ഇവരെ വേട്ടയാടാൻ തുടങ്ങുവാണ്. രക്ഷപ്പെടാൻ വഴിയില്ലാതെ വരുമ്പോഴാണ് അവർ ലീഷയെക്കുറിച്ച് അറിയുന്നത്. അയാൾ ജപ്പാനിലെ തന്നെ ഒരു ഫെസിലിറ്റിയിൽ ക്യാപ്റ്റിവിറ്റിയിലാണെന്ന് മനസ്സിലാക്കി ചെല്ലുമ്പോൾ ഷായുടെ കാര്യത്തിൽ ജനിച്ച വർഷം വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിന് ഇപ്പോൾ 90 വയസ്സിലധികം പ്രായമുണ്ട്. പക്ഷേ കാണാനിപ്പോഴും 60കളിൽ തന്നെ നിൽക്കുന്നു. ഇതിന് കാരണമെന്നത്തെ ആ ഓപ്പറേഷൻ ഹവർ ഗ്ലാസ് തന്നെ. ഷോ എല്ലാവരെയും പരിചയപ്പെട്ട് അടുത്ത ശേഷം അവരോട് പറയുന്നത് നിങ്ങളുടെ അച്ഛൻ മരിച്ചിട്ടില്ല, അദ്ദേഹം എവിടെ ഒളിച്ചിരിക്കുകയാണ്, നമുക്ക് അദ്ദേഹത്തെ കണ്ടെത്തണമെന്ന്. അങ്ങനെ ഷായ റിലീസ് ചെയ്ത് ഇവരെല്ലാം കൂടി ജപ്പാനിൽ നിന്ന് അലാസ്കയിലേക്ക് തിരിക്കുന്നു. ജപ്പാനിൽ നിന്ന് കൊറിയയിലേക്ക് ഒരു കപ്പൽ മാർഗ്ഗം എത്തിയ ശേഷം അവിടുന്ന് വിമാനം വഴി പോകാൻ നിൽക്കുന്ന വഴിക്ക് കസ്റ്റംസ് ഷായ പാസ്പോർട്ട് ഇല്ലാത്തതിൻ്റെ പേരിൽ പിടികൂടുന്നതിലും ഭാഗ്യത്തിന് ആളെ പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥൻ വഴി ആ തലവേദന ഒഴിവായി അങ്ങനെ അവർ പറന്ന് എത്തിച്ചേരുകയാണ് അലാസ്കയിലേക്ക്. അവിടെയുള്ള മഞ്ഞുമലകളിൽ വെച്ച് അവർ ഹിരോഷിയുടെ പ്ലെയിൻ കണ്ടെത്തുന്നു. പക്ഷേ അവിടെ അവർക്ക് വൈകാതെ നേരിടേണ്ടി വരുന്നത് ഒരു ഭീകരൻ മോൺസ്റ്ററെയാണ്, ഫ്രോസ്റ്റ് വാർക്ക് എന്നൊരു ഭീകര ടൈറ്റൻ. ഇത് വെറുമൊരു മോൺസ്റ്റർ അല്ല, ശരീരത്തിലെ ചൂട് വലിച്ചെടുത്ത് ആരെയും സെക്കൻഡുകൾക്കുള്ളിൽ ഐസ് കെട്ടേക്ക് മാറ്റാൻ ഇതിന് കഴിയും. ഇതിൻ്റെ ആക്രമണത്തിൽ ഷോയുടെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ആ പഴയ സുഹൃത്ത് ഡൂഹോ തണുത്തുറഞ്ഞ് കൊല്ലപ്പെടുന്നു. കഷ്ടിച്ചാണ് ഷായ്ക്കൊപ്പം കെയ്റ്റും മെയും കെൻഡോരയും അവിടുന്ന് രക്ഷപ്പെടുന്നത്. അവിടുന്ന് എസ്കേപ്പായി അടുത്തുള്ള ഒരു മൊണാർക്ക് ഔട്ട് പോസ്റ്റിലേക്ക് എത്തിപ്പെടുന്നതിലൂടെയുള്ള ചോദ്യം ചെയ്യൽ ഹാക്കറായ മെയ്യുടെ പിന്നിലുള്ള കഥയും റിവീൽ ആവുകയാണ്. മെയ് എന്നത് ഒരു വ്യാജ പേരാണെന്നും ജപ്പാനിൽ ഒളിവിൽ കഴിയുകയാണെന്നും വെളിവാകുമ്പോൾ സത്യത്തിൽ അവളൊരു കുറ്റവാളിയല്ല, മറിച്ചൊരു പോരാളിയാണ്. കോറ മാറ്റിയോ എന്ന യഥാർത്ഥ പേരുള്ള ഈ മെയ് പണ്ട് അപ്ലൈഡ് എക്സ്പെരിമെൻ്റൽ കമ്പനി AET എന്നൊരു വലിയ കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. ഒരു ടെക് കമ്പനിയെ പുറമേ തോന്നുമെങ്കിലും ആ കമ്പനി സത്യത്തിൽ മൃഗങ്ങളെ വെച്ച് ക്രൂരമായ എന്തൊക്കെയോ പരീക്ഷണങ്ങൾ നടത്തി വന്നിരുന്ന ഒരു ഫെസിലിറ്റി ആയിരുന്നു. ഈ ക്രൂരത കണ്ടെത്തി അവിടെ കമ്പ്യൂട്ടർ സിസ്റ്റം മൊത്തം ഹാക്ക് ചെയ്ത് അവരുടെ ഡേറ്റ മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞ് ഇതുമൂലമാണ് അവൾ ജപ്പാനിലേക്ക് വന്ന് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. മൊണാർക്ക് ഏജന്റായ മിഷേൽ ഇക്കാര്യം പുറത്ത് ആരോടും പറയില്ലെന്ന് പറഞ്ഞ് മെയ്യുമായൊരു ഡീൽ നടത്തുന്നു. എല്ലാവരും വെറുതെ വിടാമെന്നും അവരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷറിയിക്കാനുമായി. എന്നാൽ ഷോയെ പുറത്തേക്ക് വിടാതെ അവിടെ തന്നെ ലോക്കാക്കുകയാണ്. കെയ്റ്റ് സംഘവും അച്ഛൻ്റെ മാപ്പുകൾ പിന്തുടർന്ന് സാൻ ഫ്രാൻസിസ്കോയിലെ തകർന്ന അവശിഷ്ടങ്ങളായി കിടക്കുന്ന ഒരു വർക്ക് സ്റ്റേഷനിലേക്ക് എത്തപ്പെടുന്നു. ഗോഡ്സിലെ തകർക്കപ്പെട്ട ഏരിയ ആണത്. മെയിൻ ഓഫീസിൽ ശക്തമായ സുരക്ഷയുള്ളതിനാൽ അവർ കെയ്റ്റിൻ്റെ അമ്മ കെറോളിനൊപ്പം കൂടി അതീവ ശ്രദ്ധയോടെ തത്രപ്പെട്ട് ഓഫീസിലേക്ക് കടന്ന് അങ്ങനെ അവിടുന്ന് കിട്ടുന്നത് ഒരു മാപ്പാണ്, ഹിരോഷി പോകാൻ ഉദ്ദേശിച്ച സ്ഥലങ്ങളെക്കുറിച്ചുള്ള മാപ്പ്. അങ്ങനെ അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങളും കോർഡിനേറ്റ്സും അവരെ എത്തിക്കുന്നത് ആഫ്രിക്കയിലെ സഹാറ മരുഭൂമിയിലേക്ക്. ഇതിനിടയിൽ മെയ് മിഷേലുമൊത്തുള്ള ഷെയ്ഡി രീതിയിൽ എഗ്രി ചെയ്യുന്നത് നമ്മൾ കാണുമ്പോൾ മൊണാർക്ക് കസ്റ്റഡിയിലുള്ള ഷായുടെ കാര്യം അത് നോക്കിയാൽ മിഷേലിൻ്റെ സഹോദരി 1999 ഒരു ടൈറ്റൻ അറ്റാക്കിൽ കൊല്ലപ്പെട്ടതിൻ്റെ പക അവളിലുണ്ട്. അന്നത്തെ ആ ഒരു സംഭവത്തിന് ശേഷം മൊണാർക്കിൻ്റെ പ്രവർത്തനത്തിൽ അവൾക്ക് വിയോജിപ്പായിരുന്നുവെന്നും ടൈറ്റൻസിനെതിരെയുള്ള ദൗത്യത്തിനെ ഷാ ലീഡ് ചെയ്യാനും അവൾ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ അവിടെ ഷാ ലീഡ് ചെയ്യുന്ന ഒരു പ്രത്യേക സംഘം ഉടലെടുക്കുമ്പോൾ ആഫ്രിക്കയിലെത്തുന്ന കെയ്റ്റ് സംഘവും ഒടുവിൽ ഹിരോഷിയുടെ അടുത്തെത്തുന്നു. ഹിരോഷി അയാളുടെ പിതാവായ ബിൽ റാൻഡിയുടെ ഗവേഷണം പൂർത്തിയാക്കാനുള്ള പ്രയത്നമായിരുന്നു ഇത്രയും സമയം. പണ്ട് ഡോക്ടർ സുസുക്കി നിർമ്മിച്ചതെ കണ്ട ആ വിചിത്ര ഡിവൈസ് ഉപയോഗിച്ച് ടൈറ്റനുകളെ വിളിച്ചു വരുത്താൻ ശ്രമിക്കുമ്പോഴാണ് സംഘം അവിടേക്ക് എത്തുന്നത്. ഈ സമയം അവിടേക്ക് ഗോഡ്സില പ്രത്യക്ഷപ്പെടുകയാണ്. മണലാഴത്തിൽ വെച്ച് ഗോഡ്സിലെ വീണ്ടും കാണുന്നത് കെയ്റ്റിനെ സംബന്ധിച്ച് ഭയാനകരമായിരുന്നു. എന്നാൽ ഗോഡ്സില മുമ്പ് കണ്ട പോലെ അവർക്കെതിരെ നാശം വിതയ്ക്കാൻ നിൽക്കാതെ കെയ്റ്റിൽ നിന്ന് നോക്കുന്ന പോലെ തോന്നിച്ച് തിരിച്ചു നടക്കുന്നതിലൂടെ ഗോഡ്സില ഒരു വെറും മൃഗമല്ല, അതിന് ബോധമുണ്ടെന്ന് അവൾക്ക് മനസ്സിലാകുന്നു. മെയ് വഴി മിഷേൽ ഇവരുടെ ലൊക്കേഷൻ മനസ്സിലാക്കിയതിലൂടെ മൊണാർക്ക് സംഘം അവിടേക്ക് എത്തി മോൺസ്റ്റേഴ്സിനെതിരെ ആക്രമണം നടത്തുന്നു. അങ്ങനെ മെയ് കൂടെ നിന്ന് ചതിക്കുകയായിരുന്നു എന്ന് കെയ്റ്റും സംഘവും മനസ്സിലാക്കുന്നതും ഇവിടെ വെച്ചാണ്. ആഫ്രിക്കയിലെ ഈ സംഭവത്തിൽ നിന്ന് രക്ഷപ്പെട്ട ശേഷം മെയ്യെ ഒരാൾ കിഡ്നാപ്പ് ചെയ്യുകയാണ്. അവൾ മുന്നേ ജോലി ചെയ്ത് സീനാക്കിയ AET കമ്പനിയിലെ ബോസായ ബ്രെൻഡ. എന്നാൽ മെയ്യെ തട്ടിക്കൊണ്ടുപോയതിന് പിന്നിൽ മൊണാർക്ക് ഏജൻസായ ടിമ്മും മിഷേലുമാണെന്ന് കെയ്റ്റും സംഘവും കരുതുന്നെങ്കിലും ടിമ്മുമായി സംസാരിക്കുന്ന വഴി അവരല്ലെന്ന് മനസ്സിലാക്കി അങ്ങനെ മെയ്യുടെ കുടുംബവുമായി കണക്റ്റായി പിടിച്ച് അവരും AETയിലേക്ക് എത്തുന്നു. കമ്പനിക്ക് നാശമുണ്ടാക്കിയ മെയ്ക്ക് ബ്രെൻഡ ഒരു ചോയ്സ് നൽകുകയാണ് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് ഒഴിവാക്കാനായി. ടൈറ്റൻസിനെ കുറിച്ചും മൊണാർക്കിനെ കുറിച്ചുമൊക്കെ മനസ്സിലാക്കിയ കാര്യങ്ങൾ മൊത്തവും തന്നോട് പറയുക. അങ്ങനെ അവിടേക്ക് എത്തുന്ന കെയ്റ്റിനോടും കെൻഡാരോയുമായി മെയ് തനിക്ക് ഹിരോഷിയെ കണ്ടെത്തണമെന്നൊരു ഉദ്ദേശവും ഉണ്ടായിട്ടേയില്ല. സ്വന്തം ഭാഗം ക്ലിയറാക്കാൻ എന്തെങ്കിലും ചെയ്യാനാണ് കൂടെ നിന്നതെന്നുള്ള സത്യം വെളിപ്പെടുത്തി താൻ പിൻവാങ്ങുകയാണെന്ന് അറിയിക്കുന്നു. അങ്ങനെ അവിടുന്ന് ഇവരെ മൊണാർക്ക് സീനിയർ ഒഫീഷ്യലായ നടാലിയ വെർഡുഗോ കൂട്ടിക്കൊണ്ടു പോകുമ്പോഴി ഇരു ടീമും ഒരു ഡീലിലെത്തുന്നത് ഷായെ കെയ്റ്റ് കണ്ടുപിടിച്ച് തരാം, എന്നാൽ പകരമായി മെയിനെ ബ്രെൻഡയുടെ മാനിപ്പുലേഷനിൽ നിന്നും രക്ഷപ്പെടുത്തി എടുക്കണമെന്നും. ഷാ ഇപ്പോൾ മൊണാർക്കിനെ വകവയ്ക്കാതെ മിഷേലുമൊത്തൊരു സംഘമായി പ്രവർത്തിക്കുകയാണല്ലോ. അയാളുടെ ലക്ഷ്യം ഭൂമിയും ഹോൾ എർത്തും തമ്മിലുള്ള ഈ ബോംബ് ഹോളുകൾ അടയ്ക്കണം, എങ്കിൽ മാത്രമേ മനുഷ്യർക്ക് സമാധാനമായി ജീവിക്കാൻ കഴിയൂ. അങ്ങനെ വമ്പൻ സ്ഫോടന വസ്തുക്കളൊക്കെ അറേഞ്ച് ചെയ്ത് അലാസ്കയിലുള്ള ആ ബോംബ് ഹോൾ തകർക്കാൻ ശ്രമം നടത്തുമ്പോൾ ഈ ടൈറ്റൻസിനെ എല്ലാം ചുടിപ്പിക്കുകയാണെന്ന കാര്യം ഇവർ മനസ്സിലാക്കുന്നില്ല. ഇതിനുശേഷം നേരെ അയാൾ കസാഖിസ്ഥാനിലെ ആ പഴയ ബോംബ് ഹോൾ ഗേറ്റ് വേയിലേക്ക് പോകുന്നു, കീക്കോയെ നഷ്ടപ്പെട്ട ആ ഏരിയയിലേക്ക്. അത് സ്ഫോടന വസ്തുക്കൾ വെച്ച് തകർക്കാൻ ഒരുങ്ങി നിൽക്കെ കെയ്റ്റും കെൻഡാരയും എത്തുകയാണ്.
മെയ്യെ ഒടുവിൽ വീണ്ടും കൂടെ കൂട്ടിക്കൊണ്ട്. പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നതിലും ഷാ എതിർത്ത് നിൽക്കെ സംഭവിക്കുന്നതോ ആ ഹോളിൽ നിന്നും ഒരു ടൈറ്റൻ പൊന്തി വന്നുണ്ടാവുന്ന കുലുക്കത്തിലും പരിഭ്രാന്തിയിലും കെൻഡാരോ ഒഴികെ ആ 3 പേരും ഉള്ളിലേക്ക് വീണു പോകുന്നു. രക്ഷപ്പെട്ട കെൻഡാരോയുടെ ദുഃഖം താങ്ങാനാവാത്തത്. അവൻ ഹിരോഷിയെ കണ്ടെത്തി കേറ്റിനെ നഷ്ടപ്പെട്ടതായി അറിയിച്ച് ആ കുറ്റബോധത്തിൽ അയാളും വീണു പോകുന്നു. ഇന്നേരം മൊണാർക്കിലെ ഡോക്ടർ ബാൺസ് എന്ന സയൻറ്റിസ്റ്റ് കണ്ടുപിടിക്കുന്ന ഒരു കാര്യം, ഭൂമിയിലുള്ള ഹോട്ട്സ്പോട്ടുകളിൽ നിന്നെല്ലാം വരുന്ന റേഡിയേഷനിൽ നിന്ന് ഒന്നിലെന്തോ ഒരു മാറ്റം, അതിൻ്റെ പാറ്റേണിൽ. അതെന്തോ സന്ദേശമാകുമെന്ന് ബാൺസ് സംശയിക്കുമ്പോൾ അതേക്കുറിച്ച് നമ്മൾ വൈകാതെ അറിയുന്നത് ഒരു ഷോക്കിംഗ് ട്വിസ്റ്റിലൂടെയാണ്. കെയ്റ്റും മെയ്യും ഷായും ചെന്നെത്തുന്നത് ആക്സിസ് മുണ്ടി എന്ന സ്ഥലത്താണ്. ഹോളോ എർത്തിനും ഭൂമിക്കും ഇടയിലുള്ള ഒരു ലോകമാണത്. അവിടെ ഗുരുത്വാകർഷണം വിചിത്രമാണ്. ആകാശം എപ്പോഴും മാറി മറിയുന്നു. അവിടെ വെച്ച് കെയ്റ്റിനെ ഒരു ടൈറ്റൻ ആക്രമിക്കാൻ വരുമ്പോൾ ആരോ അവളെ രക്ഷിക്കുന്നു. അത് മറ്റാരുമല്ല, കെയ്ക്കോ റാൻറ്റ. 1959 കസാഖിസ്ഥാനിൽ വെച്ച് മരിച്ചുവെന്ന് നമ്മൾ കരുതിയ കെയ്ക്കോ ഇപ്പോൾ ജീവനോടെ ഉണ്ട്. അതും അന്ന് കണ്ട പോലെ തന്നെ. കെയ്ക്കോയുടെ പോയിന്റിൽ അവരോട് എത്തിയിട്ട് വെറും കുറച്ച് മാസങ്ങളെ ആവുന്നുള്ളൂ. പക്ഷേ പുറലോകത്ത് 50 വർഷങ്ങൾ കഴിഞ്ഞുപോയി. ഡോക്ടർ ബാൺസ് റേഡിയേഷൻ പാറ്റേണിൽ കണ്ട സിഗ്നൽ കെയ്ക്കോ അയച്ച ഒരു ഡിസ്ട്രസ് സിഗ്നലായിരുന്നെന്നിവിടെ ക്ലിയർ ആവുമ്പോൾ അതെങ്ങനെ സാധിച്ചു എന്നാൽ ഓപ്പറേഷൻ ഹവർ ഗ്ലാസ്. താൻ നിൽക്കുന്ന ഈ ലോകത്തിൻ്റെ രീതി മനസ്സിലാക്കി അന്ന് ആ എക്സ്പെഡിഷൻ നടന്നത് കണ്ടെത്തി അതുവഴി അയച്ചതായിരുന്നു ആ സന്ദേശം. കെയ്ക്കോയ്ക്ക് ഷോയെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധം വയസ്സായിരിക്കുന്നു. തൻ്റെ ഭർത്താവ് ബിൽ റാൻറ്റ മരിച്ചുവെന്നും മകൻ ഹിരോഷി ഇപ്പോൾ ഒരു മുതിർന്ന മനുഷ്യനാണെന്നും അറിയുമ്പോൾ കെയ്ക്കോ ആകെ തകർന്നു പോവുകയാണ്. അങ്ങനെ അവിടുന്ന് തിരികെ പോകാനായി അവർ 1962 ഓപ്പറേഷൻ ഹവർ ഗ്ലാസ് വഴി വന്ന ആ പഴയ പേടകം നന്നാക്കി എടുത്ത ശേഷം പോർട്ടൽ തുറക്കാനായി ഒരു ടൈറ്റിനെ ഉയർത്താൻ ശ്രമിക്കുന്നു. ഗോഡ്സിലെ. എന്നാൽ ഒരു പ്രശ്നം, ഓൾറെഡി അവിടെയുള്ളൊരു മോൺസ്റ്റർ, അയൺ ഡ്രാഗൺ. അതും പുറത്തു വന്ന് ഇരു മോൺസ്റ്റേഴ്സും തമ്മിലുള്ള ഒരു ബ്രഹ്മാണ്ഡ പോരാട്ടം അവിടെ നടക്കുമ്പോൾ പോരാട്ടത്തിനിടയിലായി ഊർജ്ജം ഉപയോഗിച്ച് അങ്ങനെ അവരുടെ മുന്നിൽ ഒരു പോർട്ടൽ തുറക്കുകയാണ്. പേടകം അതിലേക്ക് കടത്തും വഴി എല്ലാവരും രക്ഷിക്കാനായി ലീഷ ആ പിടയിൽ നിന്ന് പുറത്തിറങ്ങി കെയ്ക്കോയെയും മറ്റുള്ളവരെയും പോർട്ടലിലേക്ക് തള്ളിവിടുന്നു. അങ്ങനെ ഷാ വീണ്ടും ആ ലോകത്ത് ഒറ്റപ്പെട്ടു പോയിരിക്കുകയാണ്. അദ്ദേഹം മരിച്ചോ അതോ ജീവനോടെ ഉണ്ടോ എന്നൊരു ചോദ്യചിഹ്നമായി നിൽക്കെ കെയ്റ്റും മെയ്യും കെയ്ക്കോയും പിന്നീട് കണ്ണു തുറക്കുന്നത് ഒരു മിലിറ്ററി ബേസിലാണ്. അവിടെ അവർ കെൻഡോരയെ കാണുന്നു. പക്ഷെ ഒരു വലിയ ട്വിസ്റ്റ് ബാക്കിയുണ്ട്. അവർ ആ ലോകത്ത് പോയി തിരികെ വന്നപ്പോൾ പുറത്ത് 2 വർഷം കഴിഞ്ഞു പോയിരിക്കുന്നു. അതായത് ഇപ്പോൾ വർഷം 2017. ഗോഡ്സില്ല കിങ് ഓഫ് മോൺസ്റ്റേഴ്സ് എന്ന സിനിമ നടക്കാൻ പോകുന്നതിന് തൊട്ട് മുൻപുള്ള സമയം. ഏറ്റവും വലിയ സർപ്രൈസ് വരുന്നത് അവസാന സീനിലാണ്. അവർ നിൽക്കുന്നത് മൊണാർക്കിൻ്റെ ബേസിലല്ല, മറിച്ച് എയ്പെക്സ് സൈബർനെറ്റിക്സ് എന്ന റിസർച്ച് സ്റ്റേഷൻ്റെ ബേസിലാണ്. AET എന്ന ആ കമ്പനിയുടെ പുതിയ ഫോം. അതും എവിടെയാണെന്നോ? സ്കൾ ഐലൻഡിൽ. മെയ്യുടെ ബോസായിരുന്ന ബ്രൻഡ ഉണ്ടാക്കിയെടുത്തതാണ് ഈ റിസർച്ച് സ്റ്റേഷൻ എന്നറിയുന്നതോടൊപ്പം ദൂരെ നിന്ന് ദ വൺ ആൻഡ് ഓൺലി സാക്ഷാൽ കിങ് കോങ്ങിൻ്റെ മാരകമായ ഗർജനം കാണിച്ചുകൊണ്ടങ്ങനെ മൊണാർക്ക് ലെഗസി ഓഫ് മോൺസ്റ്റേഴ്സിൻ്റെ ആദ്യ സീസൺ പാക്കപ്പ്. സീസൺ 2 നമ്മൾ എന്താണ് പ്രതീക്ഷിക്കേണ്ടത്? സീസൺ 2 തുടങ്ങുമ്പോൾ നമ്മൾ 2017 ഈ 2 വർഷം കൊണ്ട് ലോകം എത്ര മാറി. ആപെക്സ് കമ്പനി എന്തിനാണ് സ്കൾ ഐലൻഡിൽ ഒരു ബേസ് ഉണ്ടാക്കിയത്? അവർ കോങ്ങിനെ വെച്ച് എന്ത് പരീക്ഷണമാണ് നടത്തുന്നത്? ഹിരോഷിയും കെയ്ക്കോയും തമ്മിലുള്ള കണ്ടുമുട്ടൽ എങ്ങനെയായിരിക്കും? ഇതിനെല്ലാം ഉപരി ലീഷ ആ വിചിത്ര ലോകത്ത് നിന്ന് എങ്ങനെ രക്ഷപ്പെടും? എന്തായാലും സീസൺ 2 പുതിയ ടൈറ്റനുകൾ വരുമെന്നും ഗോഡ്സിലെയും കോങ്ങും തമ്മിൽ ഒരു ചെറിയ ബന്ധമുണ്ടാകുമെന്ന റിപ്പോർട്ടുകളുണ്ട്. 2ാം സീസണിൻ്റെ ട്രെയിലർ നമ്മൾ കണ്ടത് കെയ്റ്റും സംഘവും വീണ്ടും ഒരു വലിയ അപകടത്തിൽപ്പെടുന്നതായാണ്. അലാറം മുഴങ്ങുന്നു, പുതിയൊരു രാക്ഷസൻ വരുന്നു. അതാരായിരിക്കും? അതറിയാൻ നമുക്ക് ഇനി അധിക സമയം കാത്തിരിക്കേണ്ടതില്ല. നിങ്ങളിതിലെ ഏത് ടൈറ്റനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? ഗോഡ്സില്ലയോ അതോ പുതിയ കണ്ട ഫ്രോസ്റ്റ് വർക്കിനെയോ അതോ മറ്റേതെങ്കിലും സാധനത്തിനെയാണോ? എന്തായാലും പറയാൻ മറക്കണ്ട. സീസൺ 2 റിലീസ് ആയാലും ഉടനെ തന്നെ അതിൻ്റെ എപ്പിസോഡ് വൈസ് എക്സ്പ്ലനേഷനുമായി എത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ആൻഡ് ഫീഡ്ബാക്സ് ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. മറ്റൊരു അത്ഭുതமான സംഭവത്തോടെ വീണ്ടും സന്ധിக்கலாம். ലവ്ലീസ്.